ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ അമ്മയും പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളടുത്തുള്ള ഒരു സ്കൂളിൽ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ആ കാണുന്നതാട്ടോ വലത്തെ സൈഡിലുള്ളതാണ് ഞാൻ പഠിച്ച മദ്രസ്. വോട്ട് ചെയ്യണ അവിടെ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പെട്ടെന്ന് പോന്നു. ഒരു 5 മണി വരെ ഉള്ളൂ വോട്ട് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞ്. ഞാൻ അവിടുന്ന് പോകുന്നത് തന്നെ ഏകദേശം ഒരു 3:30 സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് വേഗം വോട്ടിന് പോയിട്ടോ. പിന്നെ ഈസു പടക്കം മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്. പിന്നെ ഏകദേശം ഒരു 5:30 മണിയായ സമയത്ത് ഞങ്ങളെല്ലാവരും പാടെ അങ്ങനെ സംസാരിച്ച് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വോട്ട് ചെയ്തൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കയ്യും കാണിച്ചത്. പിന്നെ അതേപോലെ അപ്പോൾ സിനിമക്ക് പോവാന്ന് പറഞ്ഞിട്ട് അനിയനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരനിയനെ കണ്ടിക്കണം കേട്ടോ, ഓനില്ല പറഞ്ഞ്. അപ്പം ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഏതെല്ലാം വന്നതല്ലേ, അപ്പോൾ ഓൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോവാം, സിനിമക്ക് പോവാം. ഞാൻ പറഞ്ഞു നമുക്ക് നാളെ പോവാന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇന്ന് പോകണമെന്ന് പറഞ്ഞു അനിയത്തിയൊക്കെ. അപ്പം അങ്ങനെ പോയി ഞങ്ങൾ. പിന്നെ ഹെസമോളെയും കൊണ്ട് പോണില്ല വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ തിരിച്ചു പോരുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഹെസമോളമ്മ നോക്കാൻ പറഞ്ഞ്. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പം അതിന് വണ്ടി കൊടുത്ത് നിർത്തിയത് ഞാൻ തന്നെയാണ് ഇവിടേക്ക്. പക്ഷേ അങ്ങോട്ട് തിരിച്ചിറക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല. അപ്പോൾ അനിയനെ വിളിച്ച് പിന്നെ ഇറക്കി തരാൻ പറഞ്ഞു കേട്ടോ. ചെറിയൊരു കയറ്റുണ്ട് ഇവിടെ അങ്ങോട്ട്. അപ്പം ഞങ്ങൾക്കൊരു ബൈക്കുമ്പോൾ പോകാനും പറ്റൂല. അതേപോലെ തന്നെ 4 ആൾക്കാരില്ലേ. അപ്പം അങ്ങനെ 2 വണ്ടി എടുത്ത് പോകുന്നത് കേട്ടോ. അനിയനും പിന്നെ മിന്നൂനെയും കാണാനില്ല. ഓന് വേഗം ബൈക്കാണ് തോന്നുന്നു. അപ്പം അതിൻ്റെ അടിയിൽ ഞാൻ വിളിച്ച് പറഞ്ഞു പതുക്കെ പോയാൽ മതി, ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു കേട്ടോ. ആ ഒരു സമയത്ത് പിന്നെ ഓന് എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഇമ്മാക്ക് ഞങ്ങൾ ഇങ്ങനെ പോരുന്നത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. കാരണം കുറച്ചെത്തി കഴിഞ്ഞാൽ ക്യാമറയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇസോന് കുഴപ്പമില്ല, പക്ഷേ മിന്നുവിന് ബാക്കിലാവുമ്പോൾ ഓൾക്ക് ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഓൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടോ ലാസ്റ്റ്. അപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടിക്കറ്റ് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കൂടുതൽ സമയമൊന്നും ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നില്ല. അങ്ങനെ സിനിമ കണ്ട് ഞങ്ങൾ ഇറങ്ങിട്ടോ. പിന്നെ സിനിമ എന്തായാലും അടിപൊളിയാണ്. ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ ചിരിക്കാനുണ്ട്, അതേപോലെ തന്നെ ലാസ്റ്റ് സങ്കടവും വരും. അപ്പം എൻ്റെ 2ാമത്തെ അനിയനാട്ടോ ഇത്. ഓന് കോളേജിൽ പോവാണ്. പിന്നെ അപ്പം അതുകൊണ്ട് ഓന് രാവിലെ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് തോന്നുന്നു കോളേജിലത്തെ എക്സാമിൻ്റെ. അപ്പോൾ എക്സാമിന് പോവാണ്. അങ്ങനെ രാവിലെ നീച്ച് ഏകദേശം ഒരു 8 മണിയായപ്പോഴാട്ടോ ഓന് പോണത്. ഇനിയിപ്പോൾ ഹെസമോൾക്കുറ്റം ഭക്ഷണം കൊടുക്കണം, അതേപോലെ തന്നെ എനിക്ക് ജോലികൾ ഓരോന്നോരോന്നും ചെയ്യാണ്ട്. ഇന്ന് എന്നെ നീച്ച സമയത്ത് തന്നെ അമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കണം കേട്ടോ. പത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കണം. അപ്പം ഞാൻ ഓന് പോയതിന് ശേഷം പിന്നെ ഇസോനും ഹെസമോൾക്കൊക്കെ ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ അടിച്ചു വരാൻ വേണ്ടി നിൽക്കുക കേട്ടോ. എൻ്റെ മുറ്റടിച്ചോറിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മിന്നും ഇസും ഹെസമോളും മണ്ണ് കളിച്ചു കേട്ടോ. ഓലെ ചായപൊടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കളിച്ചത്. ഞാൻ പോയിട്ട് വേഗം ചായ അടിച്ചാൻ വേണ്ടി നിൽക്കുകയാണ്. ഇമ്മന്ന് പത്തിരി ഉണ്ടാക്കിയേക്കണ് പറഞ്ഞല്ലോ. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു ഈ തിന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ പറഞ്ഞു. കുറേ ഉമ്മാനെ വിളിച്ചു, പക്ഷെ ഉമ്മ വന്നില്ല. അപ്പോൾ ഞാൻ പാത്രം എടുത്ത് ഞാൻ ഒറ്റക്ക് തിന്നാട്ടോ. ചായ
അങ്ങനെ ചായ കുടി കഴിഞ്ഞതിന് ശേഷം ഞാനും മുറ്റത്തിറങ്ങിട്ടോ. അപ്പോൾ നല്ല കളിയിലാണ്. അപ്പോൾ പിന്നെ മിന്നു വേറൊരു സൈഡിലായിട്ട് ചെറിയ രീതിയിൽ സിമെൻ്റ് കൊണ്ടൊക്കെ തേച്ചിട്ട് വെള്ളം അങ്ങനെ നിർത്തിയിരിക്കണം. അതിൽ മീനിടണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇസ് പറഞ്ഞു എന്നാൽ കുറച്ച് വലുതുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അതിനിങ്ങനെ നിൽക്കുക കേട്ടോ. ഇസു അങ്ങനെ പറയേണ്ട താമസം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ വരാറുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മറ്റേ കൈക്കോട്ടൊക്കെ എടുത്തിട്ട് ഞാനും പിന്നെ ഓരോന്ന് ചെയ്യണം കേട്ടോ. പക്ഷേ പിന്നീട് കാര്യത്തോടടുത്ത സമയത്ത് എനിക്ക് തീരെ പറ്റണില്ല കേട്ടോ. മണ്ണധികം പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവിടുത്തെ. അപ്പം ഞാനെൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം കേട്ടോ, നമ്മളെ വീട്ടിൽ ഒരു പിന്നെ കുളം പോലെയൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. എന്നിട്ട് അതിൽ സ്കൂൾ മദ്രസൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ പോവാം അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല കേട്ടോ. അപ്പം എനിക്ക് ഇസു അങ്ങനെ പറഞ്ഞ സമയത്ത് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പം ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, അങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഞാനും പറഞ്ഞ്. അപ്പം ഉമ്മ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യണ്ട, നമ്മളെ കൊണ്ട് കഴിയൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കാരണം വെയിൽ നല്ലോണം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഉമ്മ നല്ല ചൂടാവണുണ്ട്. പിന്നെ കൈക്കോട്ട് ചെറിയതാട്ടോ. അപ്പോൾ ഞാൻ വേറെ എവിടുന്നെങ്കിലും കൊടുന്നു തരുമോ എന്നൊന്നും കൂടി മണ്ണ് നമുക്ക് എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇസും പിന്നും നല്ല ഉഷാറായിട്ട് മണ്ണൊക്കെ കൊണ്ടുപോയിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കയറിപ്പോന്നു കേട്ടോ, വെയിലും കാര്യങ്ങളും കൂടുതലായപ്പോൾ. പിന്നെ ഇസു വെയിലത്തിരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പോര് അല്ലെങ്കിൽ എനിക്ക് നല്ല ചെറിയ രീതിയിൽ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ പറയും ചെയ്തു ഓനിക്ക് അങ്ങനെ ആവും വേണം. എന്തായാലും ഒരുവിധം ഒന്നും ആയില്ല കേട്ടോ. ചെറിയ രീതിയിലൊരു ചതുരെങ്കിലും അതിൻ്റെ ഉള്ളെന്തെങ്കിലും മണ്ണെടുക്കണം വിചാരിച്ചിട്ട് കുറേ നോക്കിയാൽ, പക്ഷെ എന്നോട് പറ്റിയില്ല. മതി കൊയങ്ങുള്ളൂന്ന് നമുക്ക് കുറച്ച് ഉണ്ടാക്കപ്പോ പോരെ ഇസുവാ. പിന്നെ ഞാനങ്ങനെ കുറച്ച് നേരം റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അതേപോലെ തന്നെ അതുമ്മ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അടിച്ചിട്ട് തുടക്കാൻ വേണ്ടി കേട്ടോ. ഇമ്മ ഇപ്പം ചായ കുടിച്ചണുള്ളൂ കേട്ടോ. ഞാനപ്പം അമ്മയോട് കുറേ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് തിന്നാന്ന്, പക്ഷെ ഇമ്മ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ ഉണ്ട് ഇസു നല്ല ക്ഷീണിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഫാൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്, റെസ്റ്റ് എടുക്കണം അവന്. ഇനി ഇൻഷാല്ല ഒരാഴ്ച വീട്ടിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ അയക്കാം കേട്ടോ. പിന്നെ മദ്രസ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അപ്പം അങ്ങനെ ഞാൻ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ജനൽമ കർട്ടൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇമ്മ ചെറിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ വിരിച്ചിട്ടോ. രാത്രി ആയിക്കഴിഞ്ഞാൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കർട്ടൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ രാത്രി ആയിക്കഴിഞ്ഞാൽ വിരിച്ചതാണ്. അപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ടൊന്ന് മടക്കിയൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ റെഡിയാക്കുകയാണ്. അപ്പം ഇന്ന് ഉച്ചക്ക് അമ്മ പറഞ്ഞു സാധാ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഒന്നും ഉണ്ടാക്കണ്ട, നമുക്ക് സാധാ ഫുഡ് മതി പറഞ്ഞു കേട്ടോ. രണ്ടാമത്തെ അനിയന് കോളേജിൽ പോയിക്കാണ്. പിന്നെ മറ്റേ അനിയന് ഓന് വർക്കും കാര്യങ്ങളും ഉണ്ട് പറഞ്ഞിട്ട് പോയിട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് വർക്കുണ്ട് പറഞ്ഞു. അപ്പം ഉമ്മ കടയിൽ പോകാൻ വേണ്ടി നിൽക്കട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിച്ച് വരണം, കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് സാധനങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ, വേണ്ട സാധനങ്ങൾ. അങ്ങനെ ഉമ്മ പോകാൻ വേണ്ടി നിൽക്കണം. അപ്പം അമ്മ പോയ ഉടനെ ഞാൻ പിന്നെ അടിച്ചു വരാനും തുടക്കാനും വേണ്ടി നിന്നു കേട്ടോ. അപ്പം ടി വി വെറുതെ ഇട്ട് വെച്ചിരിക്കുകയാണ്, ആരും കാണുന്നില്ല. ഐസു ഏസിയൊക്കെ ബാക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് മിന്നു.
അപ്പോൾ ഏകദേശം എൻ്റെ അടിച്ചു വരൽ കഴിയാനായിട്ടോ. പിന്നെ അടുക്കള കാര്യങ്ങളൊക്കെ ഉമ്മ അടിച്ചുവരിട്ടാണ് വയ്ക്കണത്. അവിടെ സമയം ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ഞാൻ എസമോളോടൊക്കെ പറഞ്ഞു വരികയും കുളിപ്പിച്ചരാന്ന്. കുളിച്ചിട്ട് കയറിയാൽ മതി ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞേണ്ട താമസം കേട്ടോ. 3 ആളും കയ്യും കാലൊക്കെ കഴുകിയിട്ട് ഉള്ളിൽ കയറിയേക്കണം. അപ്പോൾ നല്ല കളിയിലാണ് ഉള്ളിലോലി. അപ്പോൾ എൻ്റെ കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ഉമ്മ കടയിൽ പോയിക്കണം. രാവിലത്തെ കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി കുട്ടിക്ക് കഞ്ഞി കൊടുക്കണം. ഇവിടെ നല്ല ചൂടാണ്. റോഡ് സൈഡിലും കൂടി ആയതുകൊണ്ട്. ഇസോന് ഇന്നലെ രാത്രി സിനിമക്കൊക്കെ പോയി പോന്ന് ഓന് നല്ല പനിയുണ്ട്. എന്നാലും കളിച്ചാണ് അവിടെ. മിന്നും നിസും ഹേസിയും. എന്ത് കളിയാ? അതായിരിക്കും. ഇസു എവിടെ? ഇസുവിനെ കാണില്ല. പിന്നെ ഞാൻ അങ്ങനെ ഹെസമോളൊക്കെ കുളിപ്പിച്ചിട്ടോ. ഇസുനോട് കുളിച്ചാൻ പറഞ്ഞ്. പിന്നെ ഒരു സമയത്ത് ഉമ്മ കടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മ ഉച്ചക്കുള്ള ഫുഡിനുള്ള ഒക്കെ റെഡിയാക്കട്ടോ. ഞാൻ വെച്ചോളമ്മ. തീ എത്തിച്ചിട്ട് ഞാൻ വെക്ക്. ഞാൻ വെറുതെ ചോദിച്ചതാ. അപ്പോൾ ഇമ്മ കടയിൽ നിന്ന് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ പഴം, അതേപോലെ ബിസ്ക്കറ്റ് കാര്യങ്ങൾ, പിന്നെ കൊടുന്നത് പാൽപ്പൊടി ഹോർലിക്സ് കേട്ടോ. അത് ഞാൻ ഇമ്മ പോയപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് അത് മതി, എനിക്ക് ബിസ്ക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു. അപ്പം ഞാൻ പറയേണ്ട താമസം എല്ലാവരും പറഞ്ഞു ഓൽക്കും അത് മതി. അപ്പോൾ അതൊക്കെ തിന്നിങ്ങനെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് യേസുവിനെ വന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കംപ്ലീറ്റ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ നല്ല വെയിലുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഒട്ടും നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വെയിലുണ്ട്. അങ്ങനെയൊന്നുമില്ല. അപ്പൊ നിയമം അനിയനിപ്പോൾ വന്നിട്ടോ. എനിക്ക് നല്ല വാഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഓന് വർക്കിന് വെക്കുകയെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ വീഡിയോ എടുത്ത് നടക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്ത് കൊടുത്തോക്കാറുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അത്രയും നേരം ചെയ്യുന്നതെന്ന് എനിക്ക് ചെയ്തോ പറഞ്ഞു. അപ്പോഴവൻ പറയണത് അത് അമ്മക്കുള്ളതല്ല, അത് പെണ്ണുങ്ങൾക്കുള്ളതാണ്. അപ്പം അതിൻ്റെ മറുപടി ആയിട്ടോ ഞാൻ കൊടുത്തത്. പിന്നെ കറിയൊക്കെയുള്ള ഓരോ സാധനങ്ങൾ റെഡിയാക്കി കൊണ്ടിരിക്കട്ടെ ഞാനും അമ്മയും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, ലൈക്ക് ചെയ്യുന്നുണ്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ. ഓക്കെ ബൈ.